വെൽക്കം ടു Momsway. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിൽക്ക് പൗഡർ പുഡിംഗ് ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നു. ചെറിയ തീയിലായിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നന്നായി കാരമലൈസ് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ട പിടിക്കൂട്ടോ, പക്ഷേ സാരമില്ല, അത് ശരിയായിക്കോളും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് തിളപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. എന്തായാലും ആ സമയത്ത് ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം, ആ ചൂടാറുമ്പോഴേക്കും. പിന്നെ നമ്മൾ വേറെ പാത്രത്തിൽ 4 കോഴിമുട്ട ബീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ബീറ്റർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഹാൻഡ് ബീറ്ററും യൂസ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില വറ്റിച്ച് കൊടുക്കുന്നു. വനില പൗഡറും അവൈലബിൾ ആണ്, ലിക്വിഡ് ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളെ ഈ തിളച്ച പാലുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. തിളച്ച പാലല്ല, പാൽപ്പൊടി തിളപ്പിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് ഈ ബീറ്ററും യൂസ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ നിർബന്ധമില്ല, പക്ഷെ നന്നായി മിക്സ് ചെയ്യണം. നല്ലോണം പതച്ചു വരട്ടെ. അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് നേരത്തെ ആഡ് ചെയ്യേണ്ടതായിരുന്നു, സാരമില്ല, നമുക്കിപ്പോഴും ആഡ് ചെയ്യാം. നന്നായി പതപ്പിച്ചെടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കാരമലൈസ്ഡ് ഷുഗർ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിലോട്ട് അരിച്ച് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ നല്ല സ്മൂത്തായി കിട്ടും. ഇനി നമുക്കിത് അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഏത് അടപ്പ് കൊണ്ടോ മൂടി വെക്കാം. ഇതിലോട്ട് വാട്ടർ വേപ്പർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാത്രം ഇറക്കി വെക്കാം. ഇത് മൂടി വെച്ചിട്ടൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയ ശേഷം വേണം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഇതുപോലെ ഉടയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി ചൂടാറിയിട്ട് ഉടയാതെ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. യമ്മി പുഡിംഗ് റെഡി ടു സെർവ്. താങ്ക്സ് ഫോർ വാച്ചിങ് Momsway. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.